Subscribe now and press the bell icon. Never miss an update. Hi all, welcome to my class. ഞാൻ റജീന. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ. ഇന്ന് ഈ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള നമ്മുടെ ബേസിക് മാത്തമാറ്റിക്കൽ റൂൾസാണ് ഞാനിന്ന് ക്ലാസ്സിൽ പറയുന്നത്. അതായത് അടിസ്ഥാന നിയമങ്ങളുണ്ടല്ലോ, നമ്മുടെ മാത്സിലെ അഡീഷന്, സബ്ട്രാക്ഷന്, മൾട്ടിപ്ലിക്കേഷനിലൊക്കെ വരുന്ന അടിസ്ഥാന നിയമങ്ങളുണ്ടല്ലോ, ഈ പ്ലസും മൈനസും വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് നിങ്ങളെന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് ഈ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് വരുമ്പോഴുള്ള ആ ഒരു കൺഫ്യൂഷൻ വളരെ പെട്ടെന്ന് മാറിക്കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. പിന്നെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ, ഈ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നോട് എന്ത് പറയാനുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഞാനത് കാണുകയും റിപ്ലൈ തരുന്നതുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലേ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ റൂൾ, അതായത് ഗുണന നിയമങ്ങൾ ആണ് ആദ്യം പറയാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഈസി മെത്തേഡിലൂടെയാണ് ഈ റൂൾസ് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ റൂൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് അഡീഷനിലും സബ്ട്രാക്ഷനിലും ഒക്കെ നമുക്ക് അതങ്ങോട്ട് യൂസ് ചെയ്ത് നമുക്ക് ആൻസറിൽ എത്തിക്കാൻ കഴിയും. അപ്പോൾ ഒരുപാട് നമ്മൾ കൺഫ്യൂഷൻ ആവേണ്ട, ഈ റൂൾസ് ഒന്നും ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മൾട്ടിപ്ലിക്കേഷൻ റൂൾസ് നോക്കാം കേട്ടോ. ഗുണന നിയമങ്ങൾ നോക്കൂ. ഇവിടെ ഒരു പോസിറ്റീവ് സംഖ്യനെ ഒരു പോസിറ്റീവ് സംഖ്യയോട് ഗുണിച്ചാൽ പോസിറ്റീവ് തന്നെയാണ് കിട്ടുക. അതുപോലെ നെഗറ്റീവ് സംഖ്യയും തമ്മിൽ ഗുണിച്ചാലും പോസിറ്റീവാണ് കിട്ടുക. പിന്നെ പോസിറ്റീവ് അല്ലാത്തത് എവിടെയാണ്? പോസിറ്റീവ് സംഖ്യയും നെഗറ്റീവ് സംഖ്യയും കൂടെ ഗുണിക്കുമ്പോഴാണ് നെഗറ്റീവ് കിട്ടുക. അതുപോലെ നെഗറ്റീവ് സംഖ്യ ആദ്യം രണ്ടാമത് പോസിറ്റീവ് സംഖ്യ വരുമ്പോഴും നെഗറ്റീവ് കിട്ടും. അപ്പോൾ ഇനി നോക്കി നോക്കൂ, നമുക്കൊരു കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. +4 × +2 നോക്കി നോക്കൂ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ കഴിയില്ല എന്തായിരിക്കും +8. പ്ലസ്സിന് സാധാരണ നമ്മളിങ്ങനെ ചിഹ്നം എഴുതാറില്ല കേട്ടോ. സാധാരണ നമ്മൾ പിന്നെ വെറും 4 × 2 = 8 എന്നേ പറയുള്ളൂ. മൈനസ് ആണെങ്കിൽ നമ്മളത് പ്രത്യേകം ചിഹ്നം എഴുതും. -4 × -2 = +8. +4 × -2 = -8. -4 × +2 = -8. ക്ലിയർ ആയല്ലോ? അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലായല്ലോ അല്ലേ? വളരെ പെട്ടെന്ന് നമുക്ക് മറ്റൊരു നമ്പർ എഴുതി നോക്കാം. +6 ഇനി പ്ലസ് വേണമെന്നില്ല. 6 × 2 = 12. -6 × -2 = 12. +6 × -2 = -12. -6 × +2 = -12. ഈ രീതിയിലാണ് സാധാരണ നമ്മൾ ചെയ്തത്. അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടുള്ളൂ? വളരെ പെട്ടെന്ന് നമുക്കിത് മനസ്സിലാവും. എന്താ ശ്രദ്ധിക്കേണ്ടുള്ളൂ? ഈ തരുന്ന ക്വസ്റ്റ്യനിൽ സെയിം സൈൻ ആണെങ്കിൽ, സെയിം ചിഹ്നമാണെങ്കിൽ, ഒരുപോലത്തെ ചിഹ്നമാണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടാൻ തന്നെ ആയിരിക്കും പ്ലസ് വാല്യൂ ആയിരിക്കും. പോസിറ്റീവ് സൈനാണ് അവിടെ വരിക. തന്ന ക്വസ്റ്റ്യനിൽ ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആണെങ്കിൽ എന്തായിരിക്കും? അവിടെ ഉത്തരത്തിൽ ഒരു നെഗറ്റീവ് ഉണ്ടാവും, ഒരു മൈനസ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത്രയാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ റൂളിലും സെയിം തന്നെയാണ് ഡിവിഷൻ റൂളിലും നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഡിവിഷൻ റൂൾസ് ആൻഡ് ഹരണ നിയമങ്ങൾ അത് നോക്കി നോക്കൂ. പ്ലസ് ഹരിക്കണം പ്ലസ് ഈക്വൽസ് പ്ലസ്, മൈനസ് ഹരിക്കണം മൈനസ് ഈക്വൽ ടു പ്ലസ്, പ്ലസ് ഹരിക്കണം മൈനസ് ഈക്വൽ ടു മൈനസ്, മൈനസ് ഹരിക്കണം പ്ലസ് ഈക്വൽ ടു മൈനസ് എന്നാണ് അതിൻ്റെ റൂള്. ജസ്റ്റ് പറയാനേ ഉള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ
ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. നോക്കൂ, +4 ഡിവൈഡഡ് ബൈ +2 ഈക്വൽസ് എന്ത് വരും? +2 എന്ന് വരും അല്ലേ. -4 ഡിവൈഡഡ് ബൈ -2 ഈക്വൽസ് +2 കിട്ടിയല്ലോ. +4 ഡിവൈഡഡ് ബൈ -2 ഈക്വൽസ്, അപ്പം എന്താ വരിക? പ്ലസും മൈനസും വരുന്ന സമയത്ത് മാത്രം മൈനസ് വരും. -4 ഡിവൈഡഡ് ബൈ +2 ഈക്വൽസ് -2. മനസ്സിലായല്ലോ? ഇതിന് കൂടുതൽ പറയാനില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾക്കൊരു ഇതും കൂടെ കാണിച്ചു തരാം. പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. രണ്ടും ഗുണന നിയമത്തിലായാലും ഹരണ നിയമത്തിലായാലും രണ്ടും ഒരേ സൈനാണെങ്കിൽ, രണ്ടും പോസിറ്റീവോ രണ്ടും നെഗറ്റീവോ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് പോസിറ്റീവായിരിക്കും. ഒന്ന് പോസിറ്റീവോ ഒന്ന് നെഗറ്റീവോ ആവുന്ന സിറ്റുവേഷൻ എവിടെ വന്നാലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് നെഗറ്റീവായിരിക്കും. അത്രയാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ 6 ഹരിക്കണം 3 എന്ത് കിട്ടും? 2. -6 ഹരിക്കണം -3 എന്ത് കിട്ടും? അപ്പോഴും 2. 6 ഹരിക്കണം -3 എന്ത് കിട്ടും? -2. -6 ഹരിക്കണം 3 ഈക്വൽസ് -2. ക്ലിയർ ആണല്ലോ? ഇത്രയും പറഞ്ഞതിലൊക്കെ ക്ലിയർ ആണല്ലോ? നോക്കൂ, അഡീഷൻ റൂള്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മൾട്ടിപ്ലിക്കേഷൻ റൂൾ നമുക്ക് ഇവിടെ ഉപയോഗിച്ചാൽ വളരെ പെട്ടെന്ന് നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. പക്ഷേ ഈ നിയമങ്ങൾ നമുക്കൊന്ന് നോക്കാം. നോക്കൂ, പ്ലസ് പോസിറ്റീവ് സംഖ്യ പ്ലസ് പോസിറ്റീവ് സംഖ്യ നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് സംഖ്യ തന്നെ കിട്ടുക. നെഗറ്റീവ് സംഖ്യ പ്ലസ് നെഗറ്റീവ് സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് അത് തമ്മിൽ കൂട്ട് തന്നെയാണ്. ഒരേ ചിഹ്നമാകുമ്പോൾ അത് തമ്മിൽ കൂട്ട് തന്നെയാണ് വേണ്ടത്. പിന്നെ നെഗറ്റീവ് സംഖ്യ പ്ലസ് പോസിറ്റീവ് സംഖ്യ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിലത്തെ വലുത് നോക്കുക, എന്നിട്ട് വലുതിൽ നിന്ന് ചെറുത് കുറക്കുക, എന്നിട്ട് ഏതാണോ വലിയ സംഖ്യ അതിൻ്റെ ചിഹ്നം ഇടുക. അതുപോലെ തന്നെ ഇവിടെ ഇന്നല്ല, ആദ്യം പ്ലസും പിന്നെ മൈനസ് വന്നാലും സെയിം തന്നെ നമ്മൾ ചെയ്യേണ്ടത്. സബ്ട്രാക്ട് സ്മോളർ ഫ്രം ബിഗർ ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ബിഗർ നമ്പർ എന്നുള്ള നിയമമാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. +8 + +5 നമുക്ക് എന്ത് കിട്ടും? 8 × 5 = 13 നമുക്കറിയാം അല്ലേ? അപ്പോൾ +13 എന്ന് കിട്ടും. -8 + -5 അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഇത് തമ്മിൽ കൂട്ടിയിട്ട് ഇതിൻ്റെ രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന നമ്പർ എഴുതുകയാണ്. അപ്പോൾ അത് നമുക്ക് ഞാൻ ഒരേ നമ്പർ തന്നെയല്ലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് -13 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് -8 + +5 വന്നാൽ എന്താ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഒന്ന് മൈനസും ഒന്ന് പ്ലസും ആണ്, ഇവിടെ പ്ലസും ആണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 - 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ 3 ആണ്. 8 - 5 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 3 എന്ന് എഴുതാം. അപ്പോൾ സൈൻ എന്ത് ചെയ്യണം? മൈനസ് സൈനാണ് വലുതിന് വരുന്നത് അല്ലേ? അപ്പോൾ അത് ഇവിടെ മൈനസ് എഴുതണം. ഓക്കെ, അടുത്തത് +8 + -5 എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴും സെയിം റൂൾ തന്നെയാണ്. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക എന്നാണ് വേണ്ടത്. അപ്പം നമ്മൾ 8 - 5 എത്രയെന്ന് നോക്കുക. അതിന് ചിഹ്നം 8-ൻ്റെത് പ്ലസ് ആണ്, അതുകൊണ്ട് ഇവിടെ +3 ഇട്ടു. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് ഇതിനെ പറയുമ്പോൾ അതാണ് നമുക്ക് ഓർത്തിരിക്കാൻ സൗകര്യം കേട്ടോ. പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പ്ലസ് ഇൻറ്റു മൈനസ് എന്താണോ നോക്കുക. അപ്പോൾ നമുക്ക് മൈനസ് അല്ലേ കിട്ടുക. ഓപ്പോസിറ്റ് സൈൻസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് അല്ലേ കിട്ടുക. അപ്പോൾ 8 - 5 എന്ന് പറയുന്നത് നോക്കുക 3 എന്ന് പറയും. എന്നിട്ട് അതിലെ വലിയ നമ്പറിൻ്റെ സൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊന്നും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മൾ
ഇങ്ങനെ വരുന്ന ഭാഗത്തെ പ്ലസും മൈനസും വരുന്നത് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഈ ചിഹ്നങ്ങൾ ഉപയോഗിക്കാതെ ഒന്ന് പ്രോബ്ലം ചെയ്ത് നോക്കാം. 12 മൈനസ് 8, 12 പ്ലസ് 8, 12 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 20 അല്ലേ. നമ്മൾ സാധാരണ ചിഹ്നം ഉപയോഗിക്കാറില്ല കേട്ടോ. നമ്പർ പ്ലസ് നമ്പറുകൾക്ക്, പോസിറ്റീവ് നമ്പറുകൾക്ക് നമ്മൾ സൈൻ ഉപയോഗിക്കാറില്ല. നമ്മൾ ആകെ നെഗറ്റീവ് നമ്പറിന് മാത്രമേ ഉള്ളൂ നമ്മൾ സാധാരണ ചിഹ്നം ഉപയോഗിക്കാറ്. അപ്പോൾ -12 പ്ലസ് -8 എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് -12 ഇത് തമ്മിലൊന്ന് ഒന്നും കുടിച്ചു വെക്കുക. അപ്പോൾ -8 എന്ന് കിട്ടും. അപ്പോൾ അത് രണ്ടും കൂട്ടിയിട്ട് -20 എന്നെഴുതാം. ആ രീതിയിലാണ് ഒരേ ചിഹ്നം എവിടെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ ആഡ് ചെയ്യാം. ഇനി -12 പ്ലസ് 8, ഇവിടെ നമുക്ക് -12 പ്ലസ് 8 രണ്ടും രണ്ട് വ്യത്യാസമുള്ള നമ്പറായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് 12 - 8 4, വലുതിൻ്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് ആണ്. അപ്പോൾ ഇവിടെ മൈനസ് എന്നല്ലേ, -4 എന്ന് വന്നു. ഇനി 12 പ്ലസ് -8, ഇവിടെ തന്നെ നമുക്ക് ആ ഒരു ഇത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ 12 - 8 എന്ന് കിട്ടും. കൺഫ്യൂഷൻ പോയി, 4 എന്ന് വന്നു. ഇവിടെ ചിഹ്നം പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യാറ്. അടുത്തത് നമുക്ക് സബ്ട്രാക്ഷൻ റൂൾസ് നോക്കാം കേട്ടോ. വ്യവകലന നിയമങ്ങൾ. അവിടെയാണ് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുക. അവിടെ പിന്നെ ഏത് രീതിയിൽ വന്നാലും നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. അവിടെ നമുക്ക് ഞാൻ എഴുതിയിട്ടുള്ളത് ആദ്യം കറക്റ്റ് ആൻസർ പറയാൻ പറ്റുന്നതും, രണ്ടാമത് അതിൽ ഈ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് എഴുതുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്, ഓർഡറിലല്ല കേട്ടോ. അപ്പോൾ ആദ്യം നോക്കി നോക്കുമ്പോൾ എന്താ പറയുന്നത്? പ്ലസ് മൈനസ് മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടിൽ പോസിറ്റീവാണ് വരിക. മൈനസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടിൽ നെഗറ്റീവാണ് വരിക. അതുപോലെ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക. സബ്ട്രാക്ട് സ്മോളർ ഫ്രം ബിഗർ ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ബിഗർ നമ്പർ എന്നാണ് പറയുക. അപ്പോൾ അത് വെച്ച് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്ലസ് 6 -2 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 8 പ്ലസ് എന്ന് വരും അല്ലേ. അത് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്ലസ് ചിഹ്നം ഇടുക വേണ്ടത്. ഇത് നമ്മൾ ചെയ്യുന്നത് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 6 + 2 എന്ന് വരും നമുക്ക്. അപ്പോൾ അവൾക്ക് വളരെ സിമ്പിളായിട്ട് 8 എന്ന് പറയാൻ കഴിയും. അടുത്തത് -6 - +2 എന്ന രീതിയിൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സെയിം ഇത് ആഡ് ചെയ്യുക, മൈനസ് ചിഹ്നം ഇടുക. അപ്പോൾ 6 × 2 = 8 ആണ്, ചിഹ്നം മൈനസ് ആണ്. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇത് തമ്മിൽ 6 -2 എന്നുള്ളതാണ് ആൻസർ കിട്ടുക. അപ്പം നമുക്കിവിടെ ഈ രീതിയിൽ രണ്ട് നമ്പറിനും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്നത് -8 ആക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത നമ്പർ എന്ന് പറയുന്നത് +6 - +2 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക. അപ്പോൾ നമുക്ക് 6 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ് വരിക. അതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് ആണ്, അതുകൊണ്ട് നമുക്ക് പ്ലസ് കിട്ടി. ഇവിടെ അവസാനം നമുക്ക് കിട്ടുന്ന -6 - -2 എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഈ രണ്ട് നമ്പറുകൾ, ഈ രണ്ട് സൈൻസ് എന്താ നോക്കുക. മൈനസ് ഇൻറ്റു മൈനസ് എന്താവും നമുക്കറിയാം, പ്ലസ് ആണ്. അപ്പോൾ -6 + 2 എന്ന് വരും. ഇങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ ഏറ്റവും ഈസി കേട്ടോ. നമ്മൾ പിന്നെ ഈ നിയമം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നും. പക്ഷേ ഈ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് നിങ്ങൾ കണ്ടോ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വലുതിൽ നിന്ന് ചെറുത് കുറക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക. അപ്പോൾ ഇവിടെ നമുക്ക് 6 - 2 എത്രയാണ്? 4. അതിൻ്റെ ചിഹ്നം മൈനസ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? -4 എന്ന് കിട്ടി.
മനസ്സിലായോ? അപ്പോൾ അവിടെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ്. നമ്മുടെ നിയമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഒന്നും അറിയാത്തൊരു കുട്ടിയാണെങ്കിൽ പ്രത്യേകിച്ചും ആകെ കൂടെ നമുക്ക് എന്താ ഏതാ വരിക എന്നറിയാത്തൊരു പ്രശ്നം വരും. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് ചിഹ്നമില്ലാതെ ഒന്നും കൂടി എഴുതി നോക്കിയിട്ട് നമുക്ക് നിർത്താം കേട്ടോ. 9 മൈനസ് 3 നമുക്ക് എന്ത് കിട്ടും? 9 -3. ഇനി ഞാൻ പറയുന്നത് ഞാൻ ആ പഠിപ്പിച്ച റൂൾ വെച്ചിട്ടാണ് കേട്ടോ. 9 -3 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ മൈനസ് പ്ലസ് ആണ്. അപ്പോൾ 9 + 3 വളരെ ഈസി ആയിട്ട് നമുക്ക് 12 എന്ന് പറയാം. അടുത്തത് -9 - 3. അപ്പോഴും നമുക്ക് വളരെ ഈസി ആയിട്ട് -12 എന്ന് എഴുതാം അല്ലേ? രണ്ടും ഉള്ളത്തെ പിന്നെ ഒരേ ചിഹ്നമാകുമ്പോൾ അത് കൂട്ടുക, ഇത് സൈൻ ഇടുക, മൈനസ് സൈൻ ഇടുക. ഇനി 9 - +3 അത് സിമ്പിളാണ്. നമുക്കിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോൾ അതും സിമ്പിളാണ്. വലുതിൽ നിന്ന് ചെറുത് കുറക്കാന്നുള്ള കൺഫ്യൂഷനൊന്നും ഇവിടെ വരുന്നില്ല. കാരണം ഇവിടെ നമ്മൾ മുമ്പേ പഠിച്ച സബ്ട്രാക്ഷൻ്റെ ഫോമിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 9 - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6. അടുത്തത് -9 - -3. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ റൂളൊന്ന് അപ്ലൈ ചെയ്യണം. -9 -3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക. അപ്പോൾ 9 - 3 6, ഇവിടെ -6. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ടഫുള്ള ഭാഗങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിരുന്നതാണ് കേട്ടോ. അപ്പോൾ ബേസിക് റൂൾസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി തൽക്കാലം ഇവിടെ നിർത്താം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ക്ലാസ് ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.